ടർബോ. അങ്ങനെ മമ്മൂട്ടിയുടെ അടിപൊളി ആക്ഷൻ മൂവിയായ ടർബോ ഇന്ന് റിലീസായിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളും റിവ്യൂ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഞാൻ മഹേഷ്. ഞാൻ ബിജോ. വെൽക്കം ടു മാൻ കേവ്. അപ്പോൾ നമ്മുടെ മാസ് ആക്ഷൻ മൂവി പുലിമുരുകൻ ഇറക്കിയ വൈശാഖിൻ്റെ തന്നെ മൂവിയാണിത്. മിഥുൻ മാനുവൽ തോമസ് ആണ് റൈറ്റർ. പുള്ളിയുടെ വേറെ സ്റ്റോറീസ് എന്ന് പറയുന്നത് ഓസ്ലറുണ്ട്, ഗരുഡൻ, ഫീനിക്സ്, അങ്ങനെ ഒരുപാട് നല്ല ചിത്രങ്ങൾ, എല്ലാം ത്രില്ലേഴ്സ് ആണ് പുള്ളി നോർമലി പിടിക്കുന്നത്. പക്ഷേ ഇത് ഒരു ഡിഫറെന്റ് ജോൺർ ആക്ഷൻ എന്റർടൈനർ ജോണറിൽ എടുത്തേക്കുന്ന ഒരു പടമാണ്. പിന്നെ വില്ലൻ ആയിട്ട് ഇതിനകത്തുള്ളത് രാജ്ബി ഷെട്ടി അല്ലേ, ഒരു കന്നഡ ഡയറക്ടർ കം ആക്ടറാണ്. പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ടും കുറെ ആക്ടേഴ്സ് ഉണ്ട്. അതും രാജ് ദുഹാൻ സിംഗ് എന്നാ പേര് നോക്കിയപ്പോ കണ്ട. അതൊരു ഹിന്ദി നടനാ, പക്ഷെ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. പറ്റിയ ഒരു ഫേസും നല്ലൊരു ബിൽഡും നല്ലൊരു ഗ്ലാമർ ഉള്ള വില്ലനാണ്. യെസ്, എക്സാക്ട്ലി. പിന്നെ ബിന്ദു പണിക്കരുണ്ട്. ബിന്ദു പണിക്കർ അടിപൊളി, നല്ല റോളാണ്. അപ്പോൾ ഈ പടം എടുത്തേക്കുന്ന ഒരു കംപ്ലീറ്റ് ആക്ഷൻ പ്ലസ് കോമഡി എന്നുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്, അങ്ങനെ ഞങ്ങൾ സ്പോയിലറൊന്നും പറയുന്നില്ല, പക്ഷേ അങ്ങനെ എന്തു പറയുന്ന ഒരു സസ്പെൻസോ ത്രില്ലറോ അങ്ങനെയുള്ളൊരു ഇതിലല്ല എടുത്തേക്കുന്നത്. ചെറിയൊരു സസ്പെൻസ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ പടം കംപ്ലീറ്റ് ആയിട്ടൊരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് പോലെ എടുത്തേക്കുന്നത്. അത് സാധാരണ ഒരു കഥയാണ്. അതായത് നാട്ടിൻപുറത്ത് പിന്നെ പള്ളിയും പെരുന്നാളും കൂട്ടുകാരും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു നസ്രാണി കുടുംബത്തിലുള്ള ആളാണ് നമ്മുടെ മമ്മൂക്ക. ടർബോ ജോസ് എന്നാണ് അറിയപ്പെടുന്നത്. പുള്ളിക്ക് വണ്ടിയും കൂട്ടുകാരും ഒക്കെ വലിയ കാര്യമാണ്. അപ്പം കൂട്ടുകാരുടെ ഓരോ പ്രശ്നങ്ങളിൽ കയറി ഇടപെടുക, തല്ലുണ്ടാക്കുക, ഇതൊക്കെയാണ് പുള്ളിയുടെ ഹോബീസ്. കാണുന്ന തല്ലെല്ലാം പുള്ളി എരന്ന് വാങ്ങുന്നല്ല, എരന്ന് പിടിക്കും, എന്നിട്ട് അവന്മാർ എടുത്തിട്ട് പൂശു. അപ്പം അതാണ് പുള്ളിയുടെ ഒരു ഹോബി. അപ്പം അത് ചെന്ന് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തി, പിന്നെ ആ പ്രശ്നങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി സഹായിച്ച് അതിൽ നിന്ന് എല്ലാവരെയും ഊരി എടുത്തോണ്ട് വരുന്നതാണ് ഒരു കഥ. വേറെ സെറ്റിൽ നടക്കുന്ന ഒരു പ്രശ്നവും ഇതുമായിട്ട് കണക്ട് ചെയ്ത് നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. സ്റ്റോറി ലൈൻ നമുക്ക് ബോറടിക്കത്തില്ല എന്ന് മാത്രമല്ല, അതിനും മാത്രം എന്റർടൈൻമെന്റ് ഇതിനകത്തുണ്ട് കേട്ടോ. പക്ഷേ ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത് അങ്ങനെ പുതുമയാർന്ന സ്റ്റോറി ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഇതിനു മുമ്പും ഇത് കണ്ടിട്ടുള്ള മാസ് ആക്ഷൻ മൂവി സ്റ്റോറീസുമായിട്ടൊക്കെ വളരെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ്. പക്ഷേ എന്നാ പറയുന്നത്, ഇടയ്ക്ക് എന്നാ പറയുന്നത് വേറൊരു രീതിയിലേക്ക് കൊണ്ടുവന്നില്ല. ഫുൾ ആക്ഷൻ ഒരു രക്ഷയില്ല കേട്ടോ. ഇനി പടം പറയുവാണെങ്കിൽ അതിനകത്ത് ഫുൾ മമ്മൂക്കയുടെ ഇടിയാണ്. മമ്മൂക്ക ഫാൻ ആണോ എങ്കിൽ തിയേറ്ററിൽ പോയി ഈ പടം കണ്ടിരിക്കണം. അല്ല, സീരിയസ്ലി, അല്ലാതെ OTT-യിലൊന്നും കാണാൻ നിൽക്കരുത്. മമ്മൂക്ക ഫാനാണ്, മമ്മൂട്ടിയുടെ മാസ് ആക്ഷൻ മൂവീസ് ഇഷ്ടമാണ്, ആക്ഷൻ പടം ഇഷ്ടമാണെങ്കിൽ പടത്തിന് പോയി കണ്ടിരിക്കണം. കാരണം അതുപോലെ എഫേർട്ട് ഇട്ടുണ്ട്. ക്യാമറ വർക്ക് ആയാലും ആക്ഷൻ കൊറിയോഗ്രാഫി ആയാലും എല്ലാം അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഇടിയൊക്കെ ഒരു 1.5 കിൻഡലിന്റെ ഇടിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിയും ചവിട്ടും എല്ലാം നാടൻ തല്ല. നാടൻ തല്ല് മുണ്ട് മടക്കിയുള്ള അടിയാണ്. അപ്പം അടി അത് നല്ല രീതിയിൽ അത് എടുത്തേക്കുന്നത്. ചുമ്മാ കിടന്ന് തല്ലുകൂടുന്ന പോലെ അല്ലല്ലേ. അതായത് പക്ഷെ നമ്മുടെ പുലിമുരുകൻ പോലെ വേറെ എന്നാ പറയുന്നത്, പുലിമുരുകൻ ഒന്നുമല്ല, നല്ല ഒന്നാം തരം നാടൻ തല്ല. അത് കാരണം പുലിമുരുകൻ എടുത്തേക്കുന്നത് ഫുൾ ഫ്ലെഡ്ജ്ഡ് അടിയാണ്. പുലിമുരുകൻ വേറൊരു ടൈപ്പാണ്, നമുക്ക് പല രീതിയിലുള്ള അടിയാണ്. ഇത് പുള്ളിയുടെ എന്നാ പറയുന്നത് ഇടിയുടെ കനവും അതൊരൊറ്റ ക്യാമറ വർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നല്ല മമ്മൂട്ടി നല്ലപോലെ കഷ്ടപ്പെട്ട് ഇടിച്ച് തെളിഞ്ഞ ഒരു പടം പോലും ഉണ്ട്. അതായത് ശരിക്കും എഫേർട്ട് ഇട്ട് നമുക്കത് കാണാം. 70 വയസ്സിന് മേളിലുള്ള ഒരാളുടെ സ്റ്റണ്ട് ആണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. അത് ഈവൻ മമ്മൂട്ടി അതൊരു ഡ്യൂപ്പിനെ വെച്ച് ചെയ്ത ആണെങ്കിൽ പോലും മമ്മൂട്ടിക്ക് അത്രയും എഫേർട്ട് എടുത്താൽ മാത്രമേ ആ രീതിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം പടത്തിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ വില്ലൻ മലയാളത്തിലുള്ളതല്ല, തെലുങ്കിലുള്ള രാജ്ബി ഷെട്ടി, കന്നഡ രാജ്ബി ഷെട്ടി. അപ്പം പുള്ളി നിനക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? രാജ്ബി ഷെട്ടിയുടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ പുള്ളിയുടെ ഒരു മൂവി കാണുന്നത്. പുള്ളി അപ്പം ഡയറക്ടർ, മൂവി ആക്ടർ, റൈറ്റർ എന്നുള്ള നിലയിലൊക്കെ ഒത്തിരി ഫേമസ് ആണ്. ഒരുപാട് ഫാൻ ഫോളോയിങ് ഒക്കെ ഉള്ളത്. പക്ഷേ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് പുള്ളിയുടെ ഒരു ആക്ടിങ് കണ്ടപ്പോൾ പുള്ളി നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മാസ് ലുക്ക് ഇല്ല. ഒരു എന്ന് വെച്ചാൽ നമുക്കൊരു സ്ക്രീനിൽ കിട്ടുന്ന ഒരു ഇമേജും സൈസും ഇല്ല. അത് ആ ക്യാരക്ടറിനെ അങ്ങോട്ട് കൊണ്ടിരുന്നില്ല. പുള്ളിക്ക് കൊടുത്ത ഗെറ്റപ്പും അതുപോലെ. പക്ഷേ പുള്ളി വിനായകനൊക്കെ നീ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വിനായകനൊക്കെ എന്നാ ഉണ്ട്. പക്ഷേ വിനായകനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഇമോട്ട് ചെയ്ത് ആ ഒരു ക്യാരക്ടർ അത്രയില്ല. പുള്ളിക്ക് ആ ഒരു ഗെറ്റപ്പും പുള്ളി കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്യാരക്ടർ തമ്മിൽ ഒരു മാച്ച് ഇല്ല.
അതിന്റെ ഒരു ഇതേ ഉള്ളൂ. വോയിസ് അടിപൊളിയാണ്. പുള്ളിയുടെ വോയിസ് പുള്ളിയുടെ ആണോ അതോ പുള്ളിക്ക് ആരെങ്കിലും ഡബ് ആ വോയിസിന്റെ ബലത്തിൽ ആ ക്യാരക്ടർ നല്ലപോലെ പ്രതിഫലിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സൈസും പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജും വെച്ച് അത്രയും പോരാ. പുള്ളിയുടെ എന്നാ പറയുന്നത് സൈഡ് കിക്ക് ആയിട്ട് നിൽക്കുന്ന വിൻസെന്റ് എന്ന് പറയുന്ന ആള് അടിപൊളിയാട്ടോ. നല്ല ലുക്കും നല്ല സൈസും വിൻസെന്റ് എന്ന് പറഞ്ഞാൽ പുള്ളി രാജ് ദുഹാൻ സിംഗോ എന്തോ ഒരു പേരാണ്. പുള്ളി അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്തേക്കുന്നത്. പുള്ളി സ്ക്രീൻ പ്രസൻസ് ശരിക്കും അറിയിച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളി നല്ലപോലെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഓരോ അഞ്ജന ജയപ്രദ അതിന്റെ മെയിൻ ആക്ട്രസ് എന്ന് പറയുന്നത് പുള്ളിക്കാരി മുഴുനീളെ കാണിക്കുന്നുണ്ട്. എങ്കിലും എന്നാ പറയുന്ന ഒറ്റ ഒരു ഇമോഷനാണ് ഫേസിൽ എപ്പോഴും ഒരു ആംഗ്രി അല്ലെങ്കിൽ പക്ഷെ നല്ലപോലെ ആ ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം അതിനകത്ത് കൂടുതൽ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ഒത്തിരിയുള്ള സ്കോപ്പുള്ള ഒരുപാട് സീൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത്രയൊന്നും തോന്നുള്ളൂ. പക്ഷെ ഓവറോൾ നല്ല അടിപൊളിയായിട്ട് ആ മൂവിയിൽ ജെല്ലായി പോയിട്ടുണ്ട്. പിന്നെ പാട്ടെന്ന് പറയുന്നത് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് മെയിൻ. പാട്ട് എനിക്ക് അത്ര ഓർമ്മയില്ല, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ഓരോ ഇടിക്കും അല്ലെങ്കിൽ ഓരോ എന്നാ പറയുന്നത് മമ്മൂട്ടിയെ കാണിക്കുന്ന സീനിനും കൊടുക്കുന്ന BGM ഒരു രക്ഷയില്ല. എന്നുള്ള പേര് വെച്ച് വണ്ടിയുടെ ടർബോ ഇല്ലേ, ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ആ ഒരു ഒച്ച അത് കറക്റ്റ് ആയിട്ട് യഥാർത്ഥ സ്ഥലങ്ങളിൽ കൊടുത്ത് ലാസ്റ്റുള്ള സ്റ്റണ്ടിന്റെ ഇടയ്ക്കുള്ള BGM-ഉം മമ്മൂട്ടിയുടെ ആക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ രോമാഞ്ചം. ആക്ഷൻ ഒരു രക്ഷയില്ല കേട്ടോ. ഇഷ്ടം പോലെ അടിപൊളി സീനും ബിൽഡപ്പും എല്ലാം കൊടുത്തിട്ടാണ് ആക്ഷൻ കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആക്ഷൻ നല്ലപോലെ എൻജോയ് ചെയ്യാം. എനിക്കിത് കണ്ടപ്പോൾ തോന്നി മമ്മൂട്ടിക്ക് ഇതിലും നല്ല ആക്ഷൻ റോൾസ് ആക്ച്വലി എന്നാ പറയുന്നത് ചെയ്യാൻ പറ്റും, ചെയ്യേണ്ടതാ അല്ലേ, ചെയ്യാൻ പറ്റും. കാരണം അത്രയും എന്നാ പറയുക അത്ര എഫക്റ്റ് ഉണ്ട് പുള്ളിയുടെ എന്നാ പറയുന്നത് അങ്ങനത്തെ സീൻസിന്. അതെ, പണ്ടത്തെ ആ കാലത്തെ ആ കുറച്ച് പുറകോട്ട് പോകുമ്പോൾ ഉള്ള ആ ഒരു ആക്ഷൻ ബോഡി ലാംഗ്വേജ് ഒക്കെ തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ആ പഴയ ഇതൊക്കെ ഓർമ്മ വരും. ഇപ്പൊ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചനായാലും അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഏത് ആക്ഷൻ മൂവി എടുത്താലും ആ ഒരു സ്റ്റൈലെല്ലാം നമുക്ക് ഇതിനകത്ത് ഡിറ്റോ തോന്നും. ഒരു മാറ്റവും ഇല്ല. ആ യങ് ആയിട്ട് ഉണ്ടായപ്പോ ചെയ്ത പോലെ തന്നെ. ഇടയ്ക്ക് ഒരു നമ്പറൊക്കെ ഉണ്ട് ഇടിയുടെ ഒക്കെ ഇടയ്ക്ക് നമ്പറൊക്കെ അടിക്കുന്നുണ്ട്. ബിന്ദു പണിക്കറിന്റെ അടിപൊളിയാണ്. അപ്പൊ ഇതിനകത്തെ വൺ ലൈനേഴ്സും ജോക്സും നമ്മൾ പറയുമായിരുന്നു പടം കണ്ടപ്പം. അതായത് നമ്മൾ ആ സീൻ കാണുമ്പോൾ നമ്മൾ കമന്റ് അടിക്കുകയല്ലേ സൈഡിൽ ഇരുന്ന് തിയേറ്ററിൽ. ഒരു സീൻ കാണുമ്പോൾ ഇതന്നെ അതെന്നെ എന്നുള്ള ആ ഡിറ്റോ കമന്റ് നമ്മൾ വായിന്ന് വരുന്നതിന് മുമ്പേ അതിനകത്ത് തന്നെ മമ്മൂട്ടിയോ ബിന്ദു പണിക്കരോ ആ ഡയലോഗ് അടിക്കും. അപ്പൊ നമ്മൾ ഓർക്കും ആ കൊള്ളാലും നമ്മൾ വിചാരിച്ച് നമ്മൾ ഇന്നുവരെ കേൾക്കാത്ത ഡയലോഗാണ്, പക്ഷെ നമ്മളെല്ലാം പറയുന്ന ആ സീൻ ആപ്റ്റായിട്ട് അത് തന്നെ പറയും ആ ക്യാരക്ടർ. ബിന്ദു പണിക്കറിന് ഇനി അങ്ങനെ ഒരു മൈലേജിന്റെ ആവശ്യമില്ല എങ്കിൽ കൂടി ബിന്ദു പണിക്കർക്ക് ഇതുപോലൊരു നല്ല റോൾ ഈ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. ബിന്ദു പണിക്കർ ചെയ്ത റോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം KPS ലളിതയൊക്കെ ഉണ്ട് ചെയ്യുന്ന ഒരു റോളാണ് അത്. ഡിറ്റോ അത് നല്ല ഗംഭീരമായിട്ട് അവതരിപ്പിച്ചേക്കുന്നത്, നല്ല അടിപൊളിയായിട്ട് ആ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. അപ്പം പടം എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണണം, എൻജോയ് ചെയ്യണം. മമ്മൂട്ടിയുടെ വളരെ കാലങ്ങൾക്ക് ശേഷം വന്നൊരു മാസ് ആക്ഷൻ എന്റർടൈനറാണ്. മിസ് ചെയ്യാൻ പാടില്ല. അത് അതിന്റെ ആ എഫക്റ്റ് കിട്ടുന്ന തിയേറ്ററിൽ പോയി തന്നെ കാണണം. അതിന്റെ ആ ഒരു ഇത് ബ്ലോക്ക് ബസ്റ്റർ ആണ്, ഷുവറാണ്. ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് എൻഡ് ചെയ്തേക്കുന്നത്. അതായത് ഈ പടം ഇവിടം കൊണ്ട് തീരുന്നില്ല എന്നുള്ളൊരു ഒരു ബിറ്റ് ഇട്ടാണ് നിർത്തുന്നത്. അപ്പം അത് നല്ലൊരു രീതി. അപ്പം നമുക്കിനി മുന്നോട്ടും എക്സ്പെക്ട് ചെയ്യാം ടർബോ ജോസിന്റെ അടുത്തൊരു പാട്ട് വരും എന്നുള്ള രീതിയിൽ. അപ്പൊ ഞങ്ങളത് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അല്ലേ. മമ്മൂട്ടി ഇതിനകത്ത് കാണണം, നല്ല ഗ്ലാമർ അച്ചായൻ സ്റ്റൈലും. ആദ്യം ആ ഹെയർ കട്ടൊക്കെ കൊള്ളത്തിലായിരിക്കും. രസമാണ്, വലിയ സ്ക്രീനിൽ കാണണം, അടിപൊളി. അപ്പം എല്ലാവരും പോയി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. ഈ ഞങ്ങളുടെ ചാനൽ വഴി ഇനിയും പുതിയ മൂവീസിൻ്റെ റിവ്യൂസും കണ്ടന്റുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻസ് ഞങ്ങളെ അറിയിക്കുക. അതിലൂടെ ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം. And we'll continue to bring more content. We are signing off. This is Bijo. Mahesh, thank you. Bye.